രാവിലെ തന്നെ എണീച്ച് പല്ലെല്ലാം തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് ഒരു സങ്കടകരമായ കാര്യം പറയണ്ട്. കാരണം എന്നെ എല്ലാവരും ഒഴിവാക്കിയിട്ട് ഇവിടുന്ന് എല്ലാവരും നാട് വിട്ട് പോയി ഗൈസ്. ഇവിടെ ഞാൻ ഒറ്റക്കാണ്. എല്ലാ ആൾക്കാരും ചെന്നൈയിലേക്ക് പോയി. ഇന്നലെ ചെന്നൈയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള വീഡിയോ ആണ് ഇതെല്ലാം. ഞാനാണ് പാക്കെല്ലാം ചെയ്ത് കൊടുത്തത്. എൻ്റെ അടുത്ത് ടാറ്റയെല്ലാം പറഞ്ഞ് പോകുന്നുണ്ട്. ഇവിടെയുള്ള എല്ലാവരും പോയി. ഇപ്പം ഞാൻ ഒറ്റക്കാണ് ഗൈസ്. ഇനി ഞാൻ 10 ദിവസം ഞാൻ ഒറ്റക്ക് ജീവിക്കണം. ഒറ്റക്ക് തിന്നാനാക്കണം, കുടിക്കാനുണ്ടാക്കണം, എല്ലാം ഞാൻ ഒറ്റക്ക് ജീവിക്കണം. രാവിലെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ ഇന്ന് എന്ത് ഉണ്ടാക്കുന്നുള്ള രീതിയിൽ ആലോചിക്കുവാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വരാം. വേണ്ട കുറേ തീരുമാനം കൊണ്ടുപോയിട്ട് ഇട്ടൊക്കെ ഉമ്മ പോകുന്നപ്പോഴത്തേക്ക് ഞാൻ ഫുള്ളെല്ലാം തീരുമാനം കൊണ്ടിട്ടിട്ടുണ്ട്. ഉമ്മ വരുന്നപ്പോഴത്തേക്ക് ഇത് കുന്നുപോലെ ആക്കണം. എന്നിട്ട് ഉമ്മാക്കാണ് 2000 രൂപ കൊടുത്തിട്ട് സോപ്പിട്ടിട്ട് ഇതൊക്കെ മൊത്തം കഴിപ്പിക്കാൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ പറയുന്നല്ല കളവ്. ഇതുണ്ട് താഴത്തെ ഡോറൊന്നും തുറന്നിട്ടില്ല. ഇതെല്ലാം പൂട്ടിയിട്ട് ഏകദേശം 10 മണിയായി. എന്റെ പുരേന്റെ ഡോറെല്ലാം രാവിലെ എണീച്ച് അവിടെ നിന്ന് തുറക്കുന്നതാ. എനിക്ക് നല്ല വിഷമമുണ്ട്. എന്നെ എല്ലാവരും ആരും കൂട്ടാണ്ട് എല്ലാവരും എന്നെ ഒറ്റക്കാക്കി പോലെ വിഷമം. ഞാൻ ഒറ്റക്ക് 10 ദിവസം എങ്ങനെ ജീവിക്കുന്നുള്ള കാര്യം ആലോചിച്ച് ഞാൻ സങ്കടപ്പെടുന്നത് കാണുന്നുണ്ടോ നിങ്ങൾ? സങ്കടപ്പെടുന്നത്. നമുക്ക് ഡോറ് തുറന്നിട്ട് പുറത്തത്തെ കാഴ്ചകളെല്ലാം കാണാം. കുറെ ദിവസമല്ല നമ്മൾ പുറത്തത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട്. ഞാൻ പുറത്തത്തെ ഡോറ് തുറന്നിരുന്ന സ്വർഗത്തിലെ വാതിൽ തുറന്ന പോലെ ഫുള്ള് വെളിച്ചടിക്കുന്നു. സൂര്യൻ, വർണ്ണമായ സൂര്യൻ, പച്ചപ്പ്, ചുവന്ന നിറമുള്ള പ്രകാശം. ഇത് മാങ്ങമരം, മുറ്റത്ത് പുല്ല്, തേങ്ങ. ഇനി എന്തെങ്കിലും തിന്നാനാക്കണം. എനിക്ക് എന്താ തിന്നാനാക്കണ്ടേന്ന് അറിയാൻ പാടില്ല. എനിക്ക് ആകെ ഉണ്ടാക്കാൻ അറിയുന്ന മുട്ടയാണ്. എന്നാ പിന്നെ നമുക്ക് അത് ഉണ്ടാക്കാം. ഞാൻ ഇന്നലെ ഉറങ്ങുന്നേരം ഏതോ ഒരു പൊസിഷനിൽ കിടന്നിട്ട് എന്റെ കൈ ഷോൾഡർ എന്തെല്ലോ ആയി. ഇപ്പൊ എനിക്ക് വേദന എടുക്കുന്നു. നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഷോൾഡർ വെച്ച് കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി വേദന ഉണ്ടാവും. ആ വേദനയാണ് എനിക്ക് ഉള്ളത്. മുടി കെട്ടി വെക്കണോ മുടി ഇങ്ങനെ ആക്കി വെക്കണോ എന്നുള്ള കാര്യം ഞാൻ ഇങ്ങനെ നോക്കുവാണ്. എന്തെങ്കിലും ആറ്റം മുടിക്കത്തിന്. ഇനി ഞാൻ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കണം, ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കണം, രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കണം, എല്ലാം ഞാൻ തന്നെ ഒറ്റക്ക് ഉണ്ടാക്കണം. ഞാൻ തന്നെ ഒറ്റക്ക് തിന്നണ, പാത്രം കൈ വെക്കണം, വീട് വൃത്തിയാക്കണം, അങ്ങനെ ഇങ്ങനെയല്ല പറയും. കുറെ പരിപാടി ഉണ്ട്. അയ്യോ, പിന്നെ ആകെ ഒരു സന്തോഷം എന്താ വെച്ചാൽ നമുക്ക് ഇവിടെ എന്ത് കളികളും കളിക്കാം. ഇവിടെ ആരും ഇല്ല. എല്ലാം വലിച്ചിട്ട് നാട്ടക്കേസൊക്കെ ഫുള്ള് നാട്ടിച്ച് വീട് മൊത്തം അലങ്കോലാക്കി നിലത്ത് മാടെല്ലാം മുകളിലെല്ലാം ചുമരുമെല്ലാം വരഞ്ഞിട്ട് ഫുള്ള് വൃത്തിയിടാക്കി ഉമ്മ വരുന്നപ്പോഴത്തേക്ക് ഫുള്ള് പറയിപ്പിക്കണം. ഇതാണ്ട് ഞാൻ ഇന്നലെ മാറ്റി വെച്ച ബത്തക്കാണ്. ഇനി നമ്മൾ ഇതിങ്ങനത്തെ ഓർഗാനിക് സാധനങ്ങൾ പഴവർഗ്ഗങ്ങൾ തിന്ന് ജീവിക്കണം. ഞാൻ ആദിവാസി. ഇതെന്താ ഇവിടെ കിടക്കുന്നത്? ഇത് പോയാട്ടെ. നമ്മളിനി ആദിവാസികളാവേണ്ടിയിരിക്കും. ഇങ്ങനത്തെ ബത്തക്കൽ എന്ന് ജീവിക്കണം 10 ദിവസം. ഇങ്ങനത്തെ പറയുന്നത്. ഇനി നിങ്ങൾ വെക്ടറിന്റെ കുക്കിംഗ് കാണാൻ പോവുകയാണ്. വെക്ടറിന്റെ കഴിവുള്ള കഴിവറി കണ്ട് എണ്ണയൊക്കെ ഒഴിക്കുന്ന മുട്ട ഒഴിക്കുന്നതിന് എണ്ണ നിങ്ങളിപ്പോ വിചാരിക്കുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല. ഇങ്ങനെ എണ്ണയൊക്കെ ഒഴിക്കുന്നുണ്ട്. എണ്ണ ഒഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു സംഭവം സംഭവിച്ചത്. ഞാൻ ഇതിൽ കടുകൊന്നും ഇട്ടിക്കില്ല. പിന്നെ എന്ത് നിധി പൊട്ടുന്നത്? ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായേ? എന്താ സാധനം പൊട്ടിയേ? എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ കടുകൊന്നും കൊണ്ടുകിട്ടിക്കില്ല. ഇപ്പൊ എന്താ പൊട്ടിയത് എനിക്ക് അറിയാൻ പാടില്ല. നമ്മള് സേഫ്റ്റി ഫസ്റ്റ്. എണ്ണയെല്ലാം പൊട്ടിത്തെറിച്ച് മൊത്തത്തിലായിക്കണ്ട ഫുള്ള് കളിയായിരിക്കും. ഒരു 10-15 കൊല്ലത്തേക്ക് മൊത്തം കളിയായിരിക്കും. ഇതാണ് എന്റെ മുട്ട. 2 മുട്ട എങ്ങനെ പൊട്ടിക്കണേന്ന് അറിയില്ല. മുട്ടനെ നടുവ് പൊട്ടി. ഓ മൈ ഗോഡ്, കറക്റ്റ് മുട്ട വീണ് മോണി. ഓ അമ്മ സ്പെഷ്യലിസ്റ്റ് കുക്കർ ഓഫ് ദി ഇയർ ഓഫ് ദി മാനേജർ ഓഫ് ദി. രണ്ടാമത്തെ പൊട്ടിച്ച് ഒരു മുട്ട തിന്നാ 2 മുട്ട എന്നല്ല പറയുള്ളൂ. എനിക്കിങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഇടക്കിടക്ക് പോയിട്ട് കൈ കാണും. അല്ലെങ്കിൽ സമാധാനം ഉണ്ടല്ലോ. കയ്യിലെല്ലാം ഇങ്ങനെ എന്തെല്ലാം എനിക്ക് എന്തെല്ലാം ഇങ്ങനെ ഞെളുക്കും. എന്റെ മുട്ട ഞാൻ ഇങ്ങനെ അപ്പുറം ഇപ്പുറൊക്കെ ഇങ്ങനെ ആക്കുന്നുണ്ട്. എന്റെ മുട്ടയുടെ മഞ്ഞ കളർ എന്താ ഇങ്ങനെ എല്ലാവരും സ്പ്രെഡായി കിടക്കുന്നത് എനിക്കറിയാൻ പാടില്ല. സാധാരണ മുട്ട വീട്ടിൽ 2 ഉണ്ട് അപ്പുറം ഇപ്പുറമായിരിക്കും കിടക്കാൻ. ഇത് എന്തുകൊണ്ടാന്ന് എനിക്കറിയാൻ പാടില്ല. ഫുള്ള് കൊളായി. എന്റെ കൊളായാലും എന്ത് ചെയ്ത് നേരെ വാറ്റിലേക്കല്ലേ എത്തുന്നത്. വാറ്റിലായിട്ട് ദഹിച്ചിട്ട് നേരെ തീട്ടായിട്ട് കക്കൂസിലേക്ക് പോകും. പിന്നെ നമുക്ക് എന്ത് കൊലായാലും എന്ത് ഇത് മറിച്ചിടണം. അതാണ് ടാസ്ക്. ഇത് മറിച്ചിടാവുന്നത് ആ ഫുള്ള് കൊളായി. ഇതൊന്നും എനിക്ക് പറഞ്ഞ പണിയല്ലേ. ഞാൻ ഇതെപ്പം മറിച്ചിട്ടാൽ കൊളാ എന്നെ കൂടി നേരെ മറിച്ചിടാൻ പറ്റും. മുഞ്ചിൽ എന്ത് ഇരിക്കുന്ന കാര്യം. ഇതിൽ പ്രോട്ടീൻ ഉണ്ട്. അത് വയറ്റിലേക്ക് ഇടാൻ മതി. അത്രമാത്രം നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത് മറിച്ചിട്ടാലും തിരിച്ചിട്ടാലും എന്ത് ആകൃതി എന്തായാലും നല്ല വട്ടത്തിൽ വന്നാൽ മാത്രം തിന്നാൻ പറ്റുന്നൊന്നുമില്ല. എങ്ങനെയെങ്കിലും തിന്നാൻ മതി. വിശപ്പ് പറയാം. കൂടോണ്ട് പിടിക്കാൻ പറ്റില്ല. കയ്യിലെ പുള്ളി നാട്ടൊക്കെ ചെയ്യും. നമുക്ക് നല്ല പ്ലേറ്റിൽ ഇത് വിതറണം. അല്ല സോറി, ഇത് മറിച്ച് ഇതാക്കിട്ട് സെറ്റ് ചെയ്യണം. നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് മുട്ട എന്റെ മുട്ട ഈ 2 റൊട്ടിയും കൂടി വേണം. റൊട്ടി നമുക്ക് ഇങ്ങനെ ടോസ് എന്ന് പറയും. ചൂടാക്കാന്ന് പറയും. ഇങ്ങനെ ചട്ടിയിലിട്ടിട്ട് ഞാനിങ്ങനെ ചൂടാക്കണേ. ഇത് പൊട്ടിത്തെറിക്കൊന്ന് പഠിച്ചോന്ന്. അങ്ങനെ ഷടി മറിച്ചിട്ട പോലത്തെ ഒരു മുട്ടയും 2 ബ്രെഡും ഞാൻ രാവിലെ എന്തെങ്കിലുമൊക്കെ വയറ് നിറക്കാൻ വേണ്ടിട്ട് ഒറ്റക്ക് ഉണ്ടാക്കുന്നുണ്ട്. വളരെ ദയനീയമായ കാഴ്ചകളാണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ക്യാമറമാൻ ശശികോക്കിനൊപ്പം വെക്ടർ ഹീൽ. ഇതുണ്ട് എനിക്ക് കത്തിയോണ്ട് മുറിക്കാളം മടിയോണ്ട് ഇന്നലെ ഞാൻ കടിച്ച് തിന്നിട്ട് പകുതി അവിടെ ബാക്കി ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഞാൻ ഇടയ്ക്ക് ഇങ്ങനത്തെ കളിയെല്ലാം
കളിക്കും. എനിക്ക് കത്തിയിലെടുക്കാൻ ഭയങ്കര മടിയാ. ഇങ്ങനെ തിന്നാ പോരെ, അതിന്റെ ബാക്കി ഫുള്ള് തിന്ന് തീർത്താ പോരെ, വെറുതെ ദേഷ്യം പിടിക്കുന്നുണ്ട്. അത് ബാക്കി മുറിക്കാൻ വേണ്ടി കത്തി തപ്പി എനിക്ക് തീട്ടം വരെ മുറിയാത്ത ഒരു കത്തി കിട്ടിയിട്ടുണ്ട്. ഈ കത്തിക്ക് മൂർച്ചയില്ല, ഒന്നുമില്ല. ഞാൻ ഈ കിച്ചണിലൊന്നും അങ്ങനെ കേറാറില്ല. ആദ്യമായിട്ട് ഈ കിച്ചണിലല്ലേ കയറിയിട്ട് ഇങ്ങനെയല്ല പണിയല്ല എടുക്കുന്നത്. കഷ്ടമാണ്. എന്താ നോക്കിക്കേ, നമ്മൾ ആദ്യം ബത്തക്കല്ല ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ട് അതിന്റെ തോട് ഇങ്ങനെ ഉണ്ട്, അതും നമ്മൾ തിന്നണം. ഒന്നും വേസ്റ്റ് ആക്കാൻ പാടില്ല. നമ്മൾ ഇനി ഒരു 10 ദിവസത്തേക്ക് പശു ആവും, ചിലപ്പോൾ ആടാവും, ചിലപ്പോൾ പുല്ലെല്ലാം പാടി തിന്നേണ്ടി വരും, പട്ടിണിയൊക്കെ കിടക്കേണ്ടി വരും. ഇവിടെ ആരും ഇല്ല, കൈയൊന്നും കഴുകാൻ പാടില്ല. ഇതല്ല ഇതേപോലെ ഇങ്ങനെ നക്കണം. അങ്ങനെ അവിടെ മുട്ട റെഡി, 2 ബ്രെഡ് റെഡി, പിന്നെ നമ്മളൊരു 2 ബത്തക്കല മുറിച്ചിട്ട് ഫുള്ള് ബ്രേക്ക്ഫാസ്റ്റ് പ്ലേറ്റിൽ നോക്കിക്ക് മോനെ. ഞാൻ ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് പറയല്ല, ഞാൻ ഇത് തിന്നിട്ട് ഹോണസ്റ്റ് ആയിട്ട് നിങ്ങളടുത്ത് പറയും. നോക്കൂ, ഞാൻ തിന്നിട്ട് കറക്റ്റ് ഞാൻ നിങ്ങളടുത്ത് പറയും. മുട്ട ഇങ്ങടുത്ത് റൊട്ടി തിന്നിട്ട് ഓ എന്റെ മോൻ ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ലേ ഗൈസ്. ആ മുട്ടയില്ല, കോഴിന്റെ മുട്ടേന്റെ അതേ ടേസ്റ്റ്. സത്യം പറ, കോഴി മുട്ട ഏതാണ് ടേസ്റ്റ് അതുപോലെ തന്നെ. ഓ മൈ ഗോഡ്. ഇനി ആ ബത്തക്ക ഒന്ന് തിന്നോക്കട്ടെ. ഇനി ഞാൻ പറഞ്ഞുതരാം. ഈ ബത്തക്ക ആദ്യം ഇങ്ങനെ എടുത്ത് കടിച്ച്, എന്റെ മോനെ തണ്ണിമത്തൻ. ആ ബത്തക്കയിലെ ശരിക്കുള്ള ബത്തക്കയില്ല, അതിന്റെ അതേ ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയാന്ന് പറയത്തില്ല. മാർവലസ്, സോ ഗുഡ്, ഐ എം സോ പെർഫെക്റ്റ്, ഐ എം 5 സ്റ്റാർ കുക്കർ. ഞാൻ ഇത്തിരി കൈവേറിയായിരുന്നല്ലേ. എല്ലാം തിന്നു കഴിഞ്ഞപ്പോ ഇവിടെയൊക്കെ നാറ്റക്കേസ് ആയിട്ടുണ്ട്. എനിക്ക് ഞാൻ തിന്നിട്ട് കൈയും കൈയിട്ട് എണീച്ച് പോകുന്ന ഒരുത്തനാണ്. ഇതെല്ലാം വൃത്തിയാക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ കരച്ചിൽ വരുന്നു. ഈ മുട്ടത്തോട് സാധാരണ ഇങ്ങനെ എടുത്തിട്ട് ഈ കറക്റ്റ് ബക്കറ്റിലേക്ക് പോയിട്ടിടണം. എനിക്ക് സത്യം പറയാലോ, ഈ ഗിൽസ് തുറന്നു അപ്പുറത്തേക്ക് പോകാൻ ഉള്ള മടി കാരണം ഞാൻ ഇവിടുന്ന് അവിടത്തേക്ക് ചാടുന്നുണ്ട്. ഈസി പണി മടിമാർക്ക് ഇരട്ടിപ്പണി എന്ന് പറയാൻ പറ്റത്തില്ല. എല്ലാന്നും വെള്ളിയാഴ്ച ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് ബത്തക്കയുടെ അടുത്ത തോട് എടുത്ത് അത് തുറക്കാനുള്ള മടി കൊണ്ട് ഞാൻ ചാടുവാണിയോ. ഇനി നമുക്ക് കുലിക്കടിക്കാം. ഞാൻ രാവിലെ തന്നെ ഇങ്ങനെ കുലിക്കടിക്കാറുണ്ട്. ഞാനിപ്പോൾ ജിമ്മിനെല്ലാം പോകുന്നതുകൊണ്ട് പ്രോട്ടീനൊക്കെ കുടിച്ച് ഉളിച്ചായി എന്നാ പറയാൻ പോന്നെ. നമ്മൾ ജിമ്മിന് പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുലിക്കടിക്കാൻ തുടങ്ങി. ഞാൻ രാവിലെ രാത്രിയാണ്, അത് ജിമ്മ് കഴിഞ്ഞിട്ട് വേണ്ടിയാണ് പ്രോട്ടീൻ അടിക്കൽ. രാവിലത്തെ 2 മുട്ടയിൽ ബ്രെഡിൽ എന്തെങ്കിലും കാര്യമായിട്ട് ഉണ്ടോയെന്ന് എനിക്ക് അറിയാൻ പാടില്ല. എന്നാലും പോയി പ്രോട്ടീനും കൂടി ഇങ്ങനെ കുലുക്കി അടിച്ച് കുടിച്ചു നമുക്ക് ഇന്ന് ആവശ്യത്തിനുള്ള ന്യൂട്രീഷനായി. ഇത് കണ്ട നല്ല ചോക്ലേറ്റ് നക്കി കുടിക്കണം. ഈ പ്രോട്ടീൻ കുലിക്കുക ഷേക്കറിൽ കാണുമ്പോൾ തന്നെ മസിലൊക്കെ എണീച്ചിരിക്കുന്നുണ്ടോ. ഇത് കുടിക്കേണ്ടത് കാണുമ്പോൾ തന്നെ മസിൽ എണീക്കാൻ തുടങ്ങി. എന്തൊക്കെ പറയാലും നമ്മളെ പൊരയ്ക്കുന്ന ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇനി വേറെ പരിപാടി ഒന്നുമില്ല. അപ്പൊ 2 സ്റ്റെപ്പൊക്കെ ഇട്ടാലോ. എന്നാ പിന്നെ ലെറ്റ്സ് ഡാൻസ്. ആ ഡാൻസ് കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തിന്ന മുട്ടയോ റൊട്ടിയില്ലേ രാവിലെ തിന്ന, അതങ്ങ് ദഹിച്ചു പോയി കഴിച്ചു. ഇനി ഇതും കൂടി കുടിച്ചാൽ ഇനി വയറ് കുറച്ചൊന്ന് ഫുള്ളാകത്തുള്ളൂ. ഇനി ഉച്ചക്ക് ഞാൻ എവിടെ പോയിട്ട് എന്തോന്ന് ഉണ്ടാക്കി തിന്നു എനിക്ക് അറിയാൻ പാടില്ല. തിന്നുന്നതൊന്നും എന്റെ ശരീരത്തിൽ പിടിക്കുന്നില്ല, എല്ലാം എന്റെ മുടിയിലേക്കാണ് പോകുന്നതെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇത് മാത്രം നല്ലോണം വളരുന്നുണ്ട്. പ്രോട്ടീൻ അത് അലൂമിനിയമാണ്. എനിക്ക് മെന്റലാന്ന് വിചാരിക്കരുത്. എനിക്ക് പോലും അറിയത്തില്ല എനിക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ അങ്ങനെ പുറത്തിറങ്ങി കുറച്ച് കാഴ്ചകളാണ് നോക്കുമ്പോൾ ഈ ചങ്ങായിന്റെ സൈക്കിൾ, ഇത് ഇവന്റെ പുതിയ മാറ്റി കൊടുത്ത സൈക്കിൾ. ഇവനുള്ള സമയത്ത് എനിക്ക് ഇത് ഓടിക്കാൻ തന്നിട്ടില്ല. ഇവരെല്ലാം ഇപ്പൊ ചെന്നൈയിലേക്ക് പോയല്ലോ. എന്തായാലും ഇവന്റെ അടുത്ത് ഞാൻ ഒരു പ്രാവശ്യം ഓടിക്കാൻ തരുമെന്ന് ചോദിച്ചാൽ ഇവനക്ക് തന്നിട്ടില്ല കൈസ്. ഇവരെല്ലാരും ചെന്നൈയിലേക്ക് പോയത് കൊണ്ട് പിന്നെ ഈ സൈക്കിൾ ഇനി ആരതാ ഇനി. ഞാൻ
സൈക്കിൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നപ്പോഴത്തേക്ക് ഞാൻ ആമസോണിൽ ഒരു വാഷിംഗ് മെഷീൻ ഓർഡർ ചെയ്തു. കാരണം ഇവിടുത്തെ വാഷിംഗ് മെഷീൻ അടിച്ചു പോയി ഗൈസ്. അപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ ഓർഡർ ചെയ്ത ഒരു വാഷിംഗ് മെഷീനാണ്. അതിന്റെ ഇടയ്ക്ക് ഞാൻ ഉച്ചക്കത്തെ ഫുഡ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് സ്വിഗ്ഗിയിൽ, അതും വന്നു. അല്ലെങ്കിൽ നമ്മളൊരു സാധനം ഓർഡർ ചെയ്തിട്ട് അതിന് വേണ്ടി മാത്രം കാത്തുനിന്നാ വരൂല, അതിന്റെ ഇടയ്ക്ക് ഇത് എല്ലാം കൂടി ഒപ്പരം വന്നുണ്ടോ. ചില സമയത്ത് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ ഉച്ചക്കത്തത് ഓക്കെ. വാഷിംഗ് മെഷീൻ ഞാൻ അൺബോക്സിങ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് വാഷിംഗ് മെഷീൻ. ഐക്കോൺ സ്റ്റാർ 5 സ്റ്റാർ എന്നല്ല പറയുന്നത്. എന്തെങ്കിലും സ്റ്റാർ ആണെങ്കിൽ സാധനം തിരിഞ്ഞിട്ട് അലക്കി തന്നാൽ മതി. കാരണം ഇവിടുത്തെ വാഷിംഗ് മെഷീൻ അടിച്ചു പോയിട്ടാണ് ഞാൻ മുകളിലെല്ലാം കൂടി കൂട്ടിയിട്ട് വെച്ചിട്ടുള്ളത്. തിരുമ്പിക്കില്ലെങ്കിൽ ലാസ്റ്റ് ഉമ്മയെല്ലാം കൂടി കൂട്ടിയിട്ട് എത്തി. അത് കഴിഞ്ഞ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോയേക്കുമ്പോ ഗൈസ് അതിന്റെ ഫയൽ എന്തൊക്കെയല്ലോ മിസ്സായി ഗൈസ്. ഏതെല്ലാം ഡിലീറ്റ് ആയി പോയി. അയ്യോ എന്റെ എല്ലാം പോയി അടിച്ചു പോയതല്ലേ. ഇവിടെ പോയിട്ട് ഞാൻ തപ്പാനാണ്ടല്ലോ ഫയലെല്ലാം പോയേ. അതെല്ലാം എവിടെ നിന്നെല്ലാം തപ്പിപ്പിടിച്ച് എഡിറ്റ് ചെയ്ത് ഫുള്ള് തീർന്നപ്പോഴത്തേക്ക് ഏകദേശം കുറെ സമയം അങ്ങ് പോയിട്ടുണ്ട്. സമയം നോക്കിക്കോളാം 5 മണിയാവാനായി. എന്റെ മോൻ ഉച്ചക്കത്തെ ചോറ് പോലും തിന്നിക്കില്ല. എനിക്ക് ബസ്സിന് കുടല് കത്താൻ തുടങ്ങി. ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വിശപ്പൊന്നും ഓർമ്മയുണ്ടാവില്ല, മനസ്സിലാവത്തില്ല. ഏകദേശം ഒരു ബ്രേക്ക് ഒക്കെ എടുക്കുമ്പോഴാണ് മനസ്സിലാവാൻ തിന്നിക്കില്ല എന്നുള്ള രീതിക്ക്. അപ്പൊ ഞാൻ ഓർഡർ ചെയ്ത് നല്ല ഫ്രൈഡ് റൈസ് ആണ്. ഇനിയിപ്പോ 2 സോസ്, ടൊമാറ്റോ സോസ് മറ്റേ സോസ് 2 ചാടിയിട്ടുണ്ട്. നല്ല മണമുള്ള ഫ്രൈഡ് റൈസ്. വാവ്, ഞാൻ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്തോണ്ട് പറയില്ല, ഞാൻ തിന്നിട്ട് പറഞ്ഞത് എങ്ങനെയുണ്ട്. ഇത് ഏകദേശം 2 ആൾക്കാർക്ക് തിന്നേണ്ട അത്രയുണ്ട്. എനിക്ക് ഇത്ര കാര്യം ആവശ്യമില്ല. ഇതെല്ലാം ഫുള്ള് തിന്നപ്പോ തന്നെ വയറെല്ലാം ഫുള്ളായി പോയി. കുഞ്ഞു വയറാണ്. ഞാൻ പകുതി ഞാൻ രാത്രി എങ്ങനെ തിന്നാന്നുള്ള രീതിക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ആ നേരത്തെ 2 സോസ് എടുത്ത് ഞാൻ ഇത് തൊയ്ക്കുന്നുണ്ട്. ഫസ്റ്റ് ടൊമാറ്റോ സോസ്, ഇതെന്തോ ഗ്രീൻ ചില്ലി പെപ്പർ സോസ് എന്നെല്ലാം പറയുന്നത്. അതായത് പച്ചമുളകിന്റെ സോസ് 2 കൂടി വയ്ക്കുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന സാധനം എടുത്ത് ഇതിനകത്ത് കുഴച്ചാലാണ് ഇതിന്റെ ടേസ്റ്റ് എല്ലാം വരുള്ളൂ. ഞാനെല്ലാം കൂടി കുഴച്ചിട്ട് തിന്ന് എടാ മോണെ ചിക്കൻ്റെ എല്ലാം വണ്ണം കണ്ട. ചിക്കനൊക്കെ കൊടുത്തത് ഞാൻ സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്തോണ്ട് പറയില്ല. ചിക്കന്റെ അതേ ടേസ്റ്റ്. ഫ്രൈഡ് റൈസ് എന്നെല്ലാം പറയുന്ന ഫ്രൈഡ് റൈസിന്റെ സെയിം ടേസ്റ്റ്. ഓ മൈ ഗോഡ്. അതിന് നേരത്തെ തീട്ടം വരെ മുറിയാത്ത കത്തി വെച്ച് ഞാൻ ഈ ബത്തൊക്കെ മുറിക്കുന്നുണ്ട്. ഇപ്പുറത്തെ ഭൂപടത്തുനിന്ന് അപ്പുറത്തെ ഭൂപടം വരെ എത്താന്നുള്ള രീതിയിൽ മാറ്റി ഇങ്ങനെ മുറിച്ച് ഇതാണെങ്കിലും മുറിച്ചിട്ട് എത്തുന്നില്ല, തീരുന്നില്ല. നമ്മളെപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ ഹെവി ഫുഡൊക്കെ തിന്നതിന് ഇതുപോലത്തെ ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ തിന്നുന്നത് നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കക്കൂസി പോകുമ്പോൾ നല്ല സുഖമായിട്ട് ബ്ലൂ എന്ന് പറഞ്ഞിട്ടങ്ങ് പോവാം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ച് തിന്നാൻ പറയുന്നത്. നല്ല സമാധാനത്തിൽ തൂറാം. അല്ലെങ്കിൽ മുക്കിയുള്ള കുടൽമാല വരെ പുറത്തു പോയി നിങ്ങളെ ലാസ്റ്റ്. അതുകൊണ്ട് ഇങ്ങനത്തെ പത്തക്കെല്ലാം വാങ്ങിച്ചിട്ട് തിന്നു. അങ്ങനെ പിന്നെ എന്റെ ജിമ്മിന്റെ ടൈം ആയിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇനി വേറെ കാര്യമായിട്ടൊന്നും ഇല്ല. അവിടെ നമ്മൾ ജിമ്മിനേക്ക് പോയിട്ട് കറുത്ത ഫുഡൊക്കെ ഇട്ടിട്ട് ബാറ്റ്മാനെ പോലെ പോവാണ് കഴിച്ച് ഞാൻ. ഇതാണ് നമ്മളെ പാർട്ട്ണർ. ആക്ച്വലി ഇവനിക്ക് ആദ്യമൊക്കെ എന്റെ ക്യാമറ ആണ് ഭയങ്കര ഷെയാണ്. ഇപ്പൊ ക്യാമറ കണ്ട് ഇവന്റെ ഉളുപ്പ് കെട്ടി ഇവനെ കൊണ്ട് ഞാൻ വീഡിയോ റെക്കോർഡ് വെച്ച് മടുത്ത് നമ്മൾ ചെറുതായിട്ട് ജിമ്മൊന്ന് മാറിയിട്ടുണ്ട്. ഞാൻ ആദ്യം പോയ ജിമ്മിൽ നിന്ന് മാറ്റി നേരെ നമ്മളെ പാറാലെ ടിക്കെ ഫിറ്റിലേക്ക് കയറിയിട്ടുണ്ട്. ഈ ഒരു ജിമ്മിൽ കളിച്ചിട്ട് ഇറങ്ങിയതിന് ശേഷം എനിക്ക് ഈ ഒരു ജിമ്മിന്റെ സുഖം ഇന്നേരെ കിട്ടിക്കില്ല. ഈ ബ്രേസർ ഇടാണ്ട് നടുവിലിരിക്കുന്ന ആളാണ് നമ്മളെ റിയാസ്, ഈ ജിമ്മിന്റെ ഓണർ. ആ ചിരിയണ്ട, ബ്രേസർ ഇടൂല എന്നിട്ട് ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. ഈ ജിമ്മിന്റെ ഉള്ളിൽ കയറ്റി ബാക്കി വിശേഷങ്ങൾ പറയും. ഈ ജിമ്മിൽ കളിച്ചാൽ പിന്നെ ഈ വേറൊരു ജിമ്മിൽ പോലെ ആ ഒരു സുഖം കിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബാക്കി കുറെ ജിമ്മിൽ പോയി വേണ്ടാത്ത കുറെ റിസ്ട്രിക്ഷൻ. അതായത് ആ മെഷീൻ എടുത്തിട്ട് അവിടെ കൊണ്ടുപോയി ഇടാൻ പറ്റത്തില്ല, ഈ റോപ്പ് എടുത്തിട്ട് അവിടെ ഇടാൻ പറ്റത്തില്ല, മറ്റേ ബെഞ്ച് എടുത്തിട്ട് ഇപ്പറിട്ട് കളിക്കാൻ പറ്റത്തില്ല. ഒരുമാതിരി റിസ്ട്രിക്ഷൻ. എനിക്ക് ഇങ്ങനത്തെ റിസ്ട്രിക്ഷൻ ഒന്നും ഇഷ്ടമല്ല. ആക്ച്വലി അത് എന്റെ കളിയുടെ മൂഡിനെ ബാധിക്കും. എനിക്ക് നല്ല സ്വതന്ത്രമായി സമാധാനത്തിൽ കളിക്കണം. ഇവിടെ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. നല്ല സുന്ദരമായിട്ട് വർക്കൗട്ട് ചെയ്ത് ഇതുണ്ട്. ഇത്രയും സ്ഥലമുണ്ട് ഇവിടെ. ഇല്ലാത്ത മിഷൻസും ഇല്ല, എല്ലാ മിഷൻസും ഉണ്ട്. നല്ല സ്ഥലം. പെണ്ണുങ്ങന്മാർക്ക് ആണുങ്ങന്മാർക്ക് എല്ലാവർക്കും ഇവിടെ വന്നിട്ട് സമാധാനത്തിൽ വർക്കൗട്ട് ചെയ്യാം. അത്രക്കും നല്ല സ്ഥലമുണ്ട് ഇവിടെ. വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുലുക്കി അടിച്ചാൽ മാത്രമേ നമുക്ക് വർക്കൗട്ടിനുള്ള പവർ കിട്ടത്തുള്ളൂ. ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒടിക്കുന്നുണ്ട്. നമുക്ക് ഗിയറൊക്കെ ഇടണം. അതായത് നമ്മളെ സൂട്ടൊക്കെ ഇടേണ്ടതായിട്ടുണ്ട്. ഇതാണ് പ്രീ വർക്കൗട്ട്. ഇത് ആക്ച്വലി ഓറഞ്ച് ഫ്ലേവർ ആണ്. ഞാൻ ഇട്ട് കുലുക്കുന്നുണ്ട്. നമ്മൾ ജിമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ജീവിതം ഇതുപോലെ കുലുക്കി ജീവിതമാണ്. നമ്മൾ എല്ലായിടത്തും പോയി ഇതുപോലെ ഇങ്ങനെ കുലുക്കി അടിച്ചുകൊണ്ടിരിക്കും. ആക്ച്വലി ഇത് പ്രീ വർക്കൗട്ടാണ്. ഇത് കുടിച്ചു കഴിഞ്ഞാൽ വെച്ചാൽ നമ്മളെ ഈ ഉറക്കെല്ലാം അങ്ങ് ഞെട്ടും. പിന്നെ ഒരു പവറെല്ലാം ഉണ്ട് ഇങ്ങനെ കേറാണ്. പിന്നെ കാണുന്ന വെയിറ്റിൽ ഇട്ടിട്ട് എന്ന് പറഞ്ഞ് അടിച്ചോണ്ടിരിക്കും. ഞാൻ കുടിച്ച് ബാക്കി ഇവനിക്ക് കൊടുത്തിട്ടുണ്ട്. ഇവൻ ഇത് കുടിച്ചിട്ട് ഇവൻ പറയണം ഇതെന്തോ രസ്നിയാ ടാങ്കാ, കാരണം ഓറഞ്ച് ഫ്ലേവർ. ഇവൻ പറയും ഇന്നെ പറ്റിച്ചതാണ്. ആക്ച്വലി അത് കുടിച്ചതും തന്നെ പവറായി. ഞാൻ മൊത്തത്തിൽ ഓണായി. ഇനി ഒന്നുമില്ല, ഫുൾ അടിച്ച് കൊല്ലലെന്നെ. പക്ഷെ ഏറ്റവും സങ്കടകരമായ കാര്യം എന്താ വെച്ചാൽ ഇന്ന് നമ്മളെ ലെഗ് ഡേ ആയിരുന്നു. എൻ്റെ അടുത്ത് മറന്നുപോയി. അത് ഓർക്കം തന്നെ എന്റെ മൂഡ് പോയി. വാമപ്പ് ഞാൻ പറഞ്ഞു ലെഗ് ഡേന്റെ സമയത്ത് ഇവൻ ചെയ്യുന്ന വാമപ്പ് നോക്കിക്കേ. ഇതൊക്കെ ഏതാ വാമപ്പ് എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. എന്തായാലും ഓൻ ചെയ്യുന്നില്ല, ഞാനും കൂടി ചെയ്തേക്കാന്നുള്ളതിൽ ഷോൾഡർ അതും ഇതൊക്കെ അല്ലേ വാമപ്പ്. നമ്മൾ ആദ്യം ഇങ്ങനെ ഇത് വാമപ്പ് എന്ന് പറയത്തില്ല, ഇത് മൊബിലിറ്റി ആണ്, ജസ്റ്റ് റൊട്ടേഷനും കാര്യങ്ങളൊക്കെയാണ്. ലെഗ് ഡേ ആണെന്ന് ഓർക്കുന്ന സമയത്ത് എനിക്കൊരു ചെറിയ ചടപ്പുണ്ട്. 2 കളി കളിക്കുമ്പോൾ തന്നെ കാലൊക്കെ വേനിക്കാൻ തുടങ്ങുമ്പോൾ എനിക്ക് മടുക്കും. എല്ലാരെ പോലെ തന്നെ എനിക്കും ഇഷ്ടമല്ല കഴിച്ച് ഈ ലെഗ് കളിക്കുന്നത്. സത്യം പറയുക, പക്ഷെ ലെഗ് കളിക്കണം. ലെഗ് കളിച്ച് കഴിഞ്ഞാലേ ബോഡി വണ്ണം വെക്കത്തുള്ളൂ. ആക്ച്വലി ഞാൻ ഇവനിക്ക് ചെറിയൊരു ചലഞ്ച് കൊടുത്തു. ഇവന്റെ സ്റ്റെബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പറയും ഇതേപോലെ ഇങ്ങനെ ഇരുന്നിട്ട് കാല് നീട്ടി പിടിച്ച് ഒറ്റ കൈ കൊണ്ട് എനിക്ക് എണീക്കാൻ പറ്റും. എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് സ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ല, കോർ സ്ട്രെങ്ത് അതും ഇല്ല. അവൻ പറഞ്ഞു ഇപ്പുറത്തെ കാല് ഞാൻ കാണിച്ചത്, ഇപ്പുറത്തെ കാല് എനിക്ക് പറ്റും, കാരണം ഒരു മറ്റേ കാല് പറ്റുന്നില്ല. അതെന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഒരു കാല് പറ്റും, ഒരു കാല് പറ്റുന്നില്ല. അങ്ങനെ മറ്റേ കാലം എങ്ങനെയല്ലോ പിടിച്ചിട്ടോന് മുക്കി 2-3 പ്രാവശ്യത്തെ നീണ്ട പരിശ്രമത്തിന് ശേഷം എണീച്ചിട്ടുണ്ട്. പക്ഷെ അത് പ്രോപ്പർ അല്ലായിരുന്നു. രണ്ടാമത് പിന്നെ കാണിച്ചപ്പോൾ കുറച്ച് പരിശ്രമത്തിന്
ശേഷം എണീച്ച്. അങ്ങനെ ഒരു 15 മിനിറ്റ് നമ്മൾ വെറുതെ വേസ്റ്റ് ആക്കി. ഇനി നമ്മൾ സ്കോട്ട് അടിക്കാൻ പോവാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് സ്കോട്ട് അടിക്കണ്ട, ഞാൻ പകുതിയെ ഇരിക്കുന്നുള്ളൂ, പകുതി മുഖമാണ് മുക്കി അടിക്കുവാണ്. ഞാൻ കള്ളക്കളിയാണ് ഫുള്ള് കളിച്ചോണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായി, എനിക്കറിയാം ഞാൻ കള്ളക്കളിയാണ് കളിക്കുന്നത്. ഫുള്ള് ഇരിക്കാണ്ട് പകുതി ഇരുന്നിട്ട് എണീക്കുവാണ്. എനിക്ക് കുണ്ടി വേനെടുക്കുന്നുണ്ട്, കാല് വേനെടുക്കുന്നുണ്ട്. മതി, സ്കോട്ട് അത്രയും മതി, നമ്മൾ തീർത്തു. ഇനി ഇവനെ കൊണ്ട് അടിക്കും. ഇവനിക്ക് ഞാൻ സപ്പോർട്ട് കൊടുക്കുന്നത്. ഇവന് കള്ളന് കഞ്ഞി വെച്ചു കൊടുത്തെന്ന് പറഞ്ഞ പോലെ തന്നെ ഇവൻ എന്നെക്കാട്ടും വലിയ കള്ളൻ. ഞാനെന്താക്കാനാ, സ്കോട്ടിൽ അടിക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഇങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇതിൽ നിങ്ങൾ കളിയാക്കിയതൊന്നും കാര്യമില്ല. അടുത്ത് ഇങ്ങനെയുള്ള ഒരു കളിയാണ്. ഇങ്ങനെ ഈ ഒരു കളി സത്യം പറഞ്ഞ കണ്ണുന്നല്ല പൊന്നിച്ച പോയി. ഈ ലെഞ്ചസ് എന്താന്ന് ഇനി പറയാൻ. ഇത് ലാസ്റ്റിന്റെ അവസാനമായിട്ടുള്ള അടിയാണ് ഗൈസ്. ഇത് നമ്മൾ ഇനി ഒരിക്കലും കളിക്കത്തില്ല. അത്രക്കും എന്റെ കണ്ണിന്ന് പൊന്നിച്ച പോയായിരുന്നു. കാലൊക്കെ വേനി എടുത്തിട്ട് ആക്ച്വലി സ്കോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മടുപ്പ് വന്നു. ഇതും കൂടി ഇതിന്റെ രണ്ടാമത്തെ സെറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് മടുക്കാൻ തുടങ്ങി. ലെഗിനോട് എനിക്ക് അവിടെ ഇവിടെയൊക്കെ വേനി. 2 ദിവസം കഴിവണം ഗൈസ്, ഒരുമാതിരി വേന വരാൻ കാല്. ഇവൻ ഇന്ന് ഇത് ആദ്യമായിട്ടാണ് ഗൈസ് ഇത് കളിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവന് കൂട്ട് ബാലൻസ് ഇല്ല. അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞു പോവാണ്, ചക്ക വീഴുന്ന പോലെ. 2-3 പ്രാവശ്യം ഫെയിലായി. മൂന്നാമത്തെ ഞാൻ കാലൊക്കെ പിടിച്ച് സപ്പോർട്ടൊക്കെ ചെയ്യിച്ചിട്ടാണ് അടിക്കുന്നത്. കണ്ട് അവനക്ക് പറ്റുന്നില്ല. എങ്ങനെ നോക്കിയിട്ട് അവന് സ്റ്റെബിലിറ്റി കിട്ടുന്നില്ല. പോയിട്ട് 2.5 അടിക്കണ പോയിനാന്ന് പറഞ്ഞു വിട്ട്. അങ്ങനെ രണ്ടാളും കൂടിയിട്ട് ലെഞ്ചസ് അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് തളർന്ന് 2 വർക്കൗട്ട് ആയിട്ടുള്ള 6 വർക്കൗട്ട് ഉണ്ട്. 2 വർക്കൗട്ട് ചെയ്യുന്നപ്പോഴത്തേക്ക് രണ്ടാളും കൂടി നായിനെ പോലെ ഞാൻ തളരില്ല രാമൻകുട്ടി, തളരൂലെന്ന് പറഞ്ഞിട്ട് അവൻ വീണ്ടും എണീക്കുന്നുണ്ട്. ഇനി ചവിട്ടിപ്പൊക്കൽ ഇത് എന്നാലും കുഴപ്പമില്ല. എന്നാലും അത്യാവശ്യം അത്ര വലിയ പ്രശ്നമില്ലാത്ത കളിയാണ്. കാരണം ഇനി കിടന്ന് പൊങ്ങുന്നതല്ല, അതുകൊണ്ട് പ്രശ്നമില്ല. ഞാൻ നേരത്തെ തന്നെ ഫ്രൈഡ് റൈസ് എല്ലാം കാത്തി ദഹിച്ച് ഗൈസ്, കാലറയിലും മൊത്തം തീർന്ന്. ഇവൻ കണ്ട ഇനി ഇത് അടിക്കണ്ടേ എന്നുള്ള രീതിയിൽ തരിച്ചിരിക്കുക. കാലിന്റെ കളിക്കാണ് മോനെ നമ്മള് മടി എന്നെല്ലാം പറയുന്നത്. ഇമാതിരി മടി കുറെ ആൾക്കാർക്ക് ഉണ്ട് ഈ മടി. സാധാരണ നമ്മൾ ഇത്ര എക്സോസ്റ്റഡ് ആവാറില്ല, ഇത്ര തളരയില്ല. കാരണം ഞാനും ഇവനുമായിട്ട് ഇപ്പൊ ഒരാഴ്ചയായിട്ട് ജിമ്മിൽ ലീവായിരുന്നു. എനിക്ക് പനി പിടിച്ചവന് കൈക്ക് ചെറിയൊരു ഇഞ്ചുറി, അതുകൊണ്ടായിരുന്നു ഒരാഴ്ച ലീവ്. അതുകൊണ്ട് തന്നെ നമ്മളെ സ്ട്രെങ്ത് സ്റ്റാമിന പവറൊക്കെ ഫുള്ള് പോയി കിടക്കുമായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് തളർന്നു പോകുന്നത്. ഇതൊക്കെ കണ്ട് ആക്ച്വലി ഗൈസ് ആർക്കോ വേണ്ടി അടിക്കുവാണ്. എനിക്ക് മടുത്തായിരുന്നു ഇത് സത്യം പറഞ്ഞിലേക്ക്. ഇനി എങ്ങനെയെങ്കിലും അടിച്ച് തീർക്കണം, എന്നിട്ട് പുരക്ക് പോയിട്ട് കിടന്നുറങ്ങണം. ഇന്ന് എങ്ങനെയെങ്കിലും അല്ലേ തീർത്താൽ മതി. എനിക്ക് ഈ മര്യാദക്ക് കളിക്കണമെന്നൊരു ഇതും ഇല്ല. സത്യം പറയാൻ നല്ലപോലെ ഹുഡൊക്കെ ഇട്ട് വേർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേങ്കിലും നമ്മൾ ജിമ്മിലെ AC നല്ല കൊടുങ്കാറ്റ് പോലത്തെ AC തണുപ്പുകൊണ്ട് ആ വേർപ്പെല്ലാം ഉണങ്ങിപ്പോയി. എവിടെ ഇപ്പൊ വേർപ്പൊന്നും കാണാൻ പോലും ഇല്ല. ഇനി നമ്മളെ ലാസ്റ്റത്തെ കളിയാണ് ഈ കുതിര ഓടിക്കൽ. ഈ കുതിര ഓടിക്കൽ കളി കളിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല, എനിക്ക് തൂറാൻ മുട്ടും. പിന്നെ അടുത്തന്നെ കക്കൂസ് ഉള്ളത് കൊണ്ട് പിന്നെ അത്ര വലിയ പ്രശ്നമില്ല. അഥവാ തൂറാൻ അങ്ങനെ മുട്ടിക്കണ്ട, ഓടിയാ കക്കൂസ് കയറാൻ. എനിക്ക് മാത്രമാണോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. എനിക്ക് ഈ കളി കളിക്കുമ്പോൾ മാത്രം ഒരുമാതിരി തൂറാൻ മുട്ടും. തൂറാൻ മുട്ടുന്ന പോലത്തെ ഒരു തോന്നലാണ്, എന്താണെന്ന് അറിയില്ല. അങ്ങനെ ഏകദേശം വർക്കൗട്ടെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവനോട് സ്ട്രെച്ച് ചെയ്യാൻ പറയുന്നുണ്ട്. ആക്ച്വലി ഇവർക്ക് സ്ട്രെച്ച് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുത്തത് ഞാനാണ്. ഇവനിക്ക് സ്ട്രെച്ച് ചെയ്യുന്നത് എന്താന്ന് പോലും അറിയില്ല. വർക്കൗട്ടും കഴിഞ്ഞ് അങ്ങനെ എണീച്ച് പോകുന്ന ഒരുത്തനായിരുന്നു. ഞാൻ കുറച്ച് എന്തൊക്കെയല്ല പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ എന്റെ നടുവൊക്കെ ഉളുക്കിയ, നടുവൊക്കെ പിടിച്ച് മസിലൊക്കെ പിടിച്ച് സ്ട്രെച്ച് ചെയ്യാൻ പറഞ്ഞു. പ്രോപ്പർ ആയിട്ടല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് സ്ട്രെച്ച് ചെയ്ത് തരുന്നുണ്ട്. ലെഗിന്റെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഒന്നും ഞാൻ സ്ട്രെച്ച് ചെയ്തിട്ടില്ല. ലെഗിന്റെ വർക്കൗട്ട് ചെയ്ത് ഞാൻ എന്തായാലും സ്ട്രെച്ച് ചെയ്യാറുണ്ട്. കാരണം എന്നാലേ പിറ്റേ ദിവസം മര്യാദക്കെങ്കിലും ഒന്ന് നടക്കാനോ ഓടിക്കാനെല്ലാം പറ്റത്തുള്ളൂ. കക്കൂസിലെല്ലാം പോകേണ്ടതാണ്, അത് ആലോചിക്കേണ്ടതാണ്. എങ്ങനെയല്ലോ എന്തൊക്കെയല്ലോ കാണിക്കുന്നുണ്ട്. ഈ സത്യം പറഞ്ഞ എനിക്ക് ചില സ്ഥലത്തൊന്നും സ്ട്രെച്ച് ഒന്നും ആവുന്നില്ല. എന്നാൽ കൂടി ചില സ്ഥലത്ത് സ്ട്രെച്ചൊക്കെ ആവുന്നുണ്ട്, കൊല്ലുന്നുണ്ട്, ദേഷ്യമെല്ലാം തീർക്കുന്നുണ്ട്. എല്ലാ ദിവസവും ജിമ്മിൽ കൊണ്ടുവരുന്നതിന്റെ ചെലവ് ചോദിച്ചത് കൊണ്ടാണോ എന്ന് അറിയത്തില്ല, ദേഷ്യം തീർക്കുന്നുണ്ട്. എന്തെല്ലാം ഇല്ലാത്ത ഏതെല്ലാം സ്ട്രെച്ച് ചെയ്യുന്നുണ്ട്, അതെല്ലാം അവന്റെ കൈ നിട്ടതാണ്. അതൊക്കെ ഏതൊക്കെ സ്ട്രെച്ചാന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഏകദേശം നമ്മളെ ജിമ്മെല്ലാം കഴിഞ്ഞ് നമ്മള് പോവാൻ പോന്നപ്പോഴത്തേക്കും ഇതാരാ ഇവിടെ ഇരിക്കുന്നേ? ഇതാണ് നമ്മള് TK ഫിറ്റിന്റെ മൊയിലാളി, TK ഫിറ്റിന്റെ ഓണറായ റിയാസ് ഖാൻ എന്നറിയപ്പെടുന്ന മഹാവീർ. പിന്നെ എന്റെ അടുത്ത് ഒരു കാര്യം കൂടി പറയാൻ പറഞ്ഞു. ഈ കയ്യിലിരിക്കുന്നത് മുട്ട ഒഴിച്ചുള്ള ബൈസെപ്സ് ആണ്, ഇത് ഉരുട്ടി ഉണ്ടാക്കിയതാണെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ഇങ്ങനത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോവാണ്. ആക്ച്വലി ഇതല്ല പ്രശ്നം. എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അത് കീയണം. അത് എങ്ങനെ കീയും? ഇവിടെ ഒരുത്ത താറാവ് പോകുന്ന പോലെ പോന്ന കേട്ടോ. ആക്ച്വലി 2 ആഴ്ച നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ട്, അതുകൊണ്ട് അല്ല ഒരാഴ്ച വർക്കൗട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്രയും എഫക്ട്. ഞാനിതാ വെടറി നടക്കുകയാണ് ഗൈസ്. അങ്ങനെ വർക്കൗട്ടെല്ലാം കഴിഞ്ഞാൽ അതിനെ പുരക്കെത്തി വാതിലെല്ലാം മൂട്ടി ഇവിടെ എല്ലാം ഫുൾ അലങ്കോലാക്കിയിട്ട് ഉമ്മാ നിൽക്കണ്ട എന്നെ കൊല്ലു സത്യം പറഞ്ഞു. ഞാൻ ഫാൻ ഇട്ട് കുറച്ചാകുമ്പോൾ നല്ല ഫാനിന്റെ കുണ്ടൊക്കെ ഇരുന്ന് ഇങ്ങനെ കാറ്റുള്ളുന്നുണ്ട്. നമുക്ക് കുലിക്കടിക്കാം ഗൈസ്. ഞാൻ വർക്കൗട്ട്
വർക്കൗട്ട് കഴിഞ്ഞ് വന്നാൽ പിന്നെ നമ്മൾ കുലിക്കടിക്കും. ഞാൻ പറഞ്ഞില്ല, ജിമ്മിന് പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു ജീവിതം കുലുക്കി സർവത്താ ഫുള്ള് കുലുക്കി അടിഞ്ഞായിരിക്കും മൊത്തത്തിൽ. ഞാൻ എന്തെങ്കിലും ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങൾ അതേപോലെ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഗൈസ്. കുലുക്കി അടിക്കണമെന്നില്ല. നിങ്ങൾ നല്ല ഫുഡ് കഴിച്ചാലും നിങ്ങൾക്ക് മസിലൊക്കെ വരും. നല്ല പ്രോട്ടീൻ ഫുഡൊക്കെ കഴിച്ച് വർക്കൗട്ട് ചെയ്താലും മസിലൊക്കെ വരും. ഇപ്പൊ പുറക്കാൻ എനിക്ക് ഫുഡൊന്നും ഉണ്ടാക്കി തരാൻ ആരും ഇല്ലല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ ഇനി കുളിക്കാൻ പോവാണ്. അതിന് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാക്കി എഡിറ്റ് ചെയ്യാൻ പോവാണ്. എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്ത് തീർക്കാനുണ്ട്. പക്ഷെ സത്യം പറയല ഗൈസ്, വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നിട്ട് എനിക്ക് ഒരു മൂഡും ഇല്ല എഡിറ്റ് ചെയ്യാൻ. എനിക്ക് കാലൊക്കെ തളർന്ന് എന്റെ ബോഡി മൊത്തം ഇതായി. കാരണം ലെഗ് വർക്കൗട്ട് ആയതുകൊണ്ട് തന്നെ ഒരുപാട് കാലറി ഒക്കെ കത്തി തളർന്ന് ഉറക്കൊക്കെ വരാൻ പോകുന്നുണ്ടായിരുന്നു എന്തല്ലോ പോലെ. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഗൈസ്, എന്റെ ഇഷ്ടപ്പെട്ട പുതിയ ഒരു കേഡ്രാമ ഇതിന്റെ പുതിയ എപ്പിസോഡ് ഇതാ വന്നിട്ടുണ്ട്. ആക്ച്വലി ഇപ്പൊ വൺ ഓഫ് എന്റെ ഇപ്പൊ കറന്റ്ലി എന്റെ ഒരു ഫേവറേറ്റ് കേഡ്രാമാണ് ഗൈസ്. പിന്നെ എനിക്ക് ഒന്നും നോക്കില്ല, എനിക്ക് ആ മടി അങ്ങോട്ട് കൂടി. ഇനി എന്നെ എഡിറ്റ് ചെയ്യുന്നില്ല, ഇന്ന് കണ്ടിട്ട് കടന്ന് ഉറങ്ങാൻ പോവാണ്. അപ്പം പിന്നെ വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഞാൻ നേരത്തെ ഉണ്ടാക്കിയ ഫുഡ് അല്ല, സോറി, നേരത്തെ ബാക്കിയുള്ള ചോറും വെച്ചിട്ട് കിടന്നുറങ്ങും. പിന്നെ അത്രേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.